കൗൺസിലറിന്റെ ഓഫീസിൽ കടന്നു കയറി അവിടെ ഓഫീസ് സ്ഥാപിക്കുന്നു. പുതിയ കൗൺസിലർ വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, പ്രശാന്ത് പറയുകയാണ്, ഇത് ഞാൻ കെട്ടിയ ഓഫീസാണ്, ഇവിടെ 7 വർഷമായി ഞാൻ ഇരിക്കുന്നു, ആർക്കാണ് പ്രശ്നമെന്ന് ചോദ്യം ഉന്നയിച്ചെങ്കിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാകുകയും മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നും അതിനെക്കുറിച്ച് അന്വേഷണം ഉണ്ടാകുകയും ചെയ്തപ്പോൾ അദ്ദേഹം ഓഫീസ് ഒഴിയുകയാണ്. കറക്റ്റ്. ഓഫീസ് ഒഴിയാതെ ബഹുമാനപ്പെട്ട MLA പ്രശാന്തിന് നിർവാഹമില്ല. ഒന്ന്, പൊതുവേ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ജനം തിരിഞ്ഞു നിൽക്കുകയാണ്. 2, തിരുവനന്തപുരം കോർപ്പറേഷൻ വാടക കൊടുക്കുന്ന കെട്ടിടത്തിൽ MLAയുടെ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തെറ്റുമാണ്. നേരത്തെ മേയർ ഇടതുപക്ഷം, MLA ഇടതുപക്ഷം, സംസ്ഥാന ഭരണ ഇടതുപക്ഷം. അപ്പോൾ അവർക്കൊരു അമുക്കൽ സെറ്റിൽമെൻ്റ് എന്നുള്ള നിലയിൽ ആ ബിൽഡിങ് ഉപയോഗിക്കാനായിട്ട് നഗരസഭ കൊടുത്തു. പക്ഷേ എന്നിരുന്നാലും ആ വാർഡിലെ കൗൺസിലറായിരുന്ന ശ്രീ മധുച്ചേട്ടൻ വളരെ ഇടുങ്ങിയ സൗകര്യത്തിലിരുന്നു കൊണ്ട് 5 വർഷം കൗൺസിൽ കാര്യങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു. നമ്മൾ കണ്ടു സോഷ്യൽ മീഡിയകളിൽ അതെല്ലാം ബാത്റൂമിനകത്ത് അലമാരയിരിക്കുന്നു, മറ്റു വേണ്ടപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട ഫയലുകളിരിക്കുന്നു. അപ്പോൾ അത് അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ എന്ന് ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് പ്രശാന്ത് MLA അവർക്കും അറിയാം. കാരണം അവരുടെ ധാർഷ്ട്യവും ധിക്കാരവും അതിനി തിരുവനന്തപുരത്തും സംസ്ഥാനത്തും വിലപ്പോവുകയില്ല എന്ന് ഇവിടുത്തെ തിരഞ്ഞെടുപ്പിൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. 45 വർഷം കൊണ്ട് സ്ഥിരം കുടുംബസ്വത്ത് പോലെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഭരണത്തിൽ ഒരുപാട് വിള്ളലുകൾ ഉണ്ട് എന്ന് ദൃശ്യ, പത്ര, ഓൺലൈൻ മാധ്യമങ്ങൾക്കും അറിയാം, അവർ ഭരിക്കുന്ന നേതാക്കൾക്കും അറിയാം, പ്രതിപക്ഷത്തുള്ളവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷേ എന്നിരുന്നാലും 5 വർഷം ഭാരതീയ ജനതാ പാർട്ടി ക്രിയാത്മകമായ പ്രതിപക്ഷം അവിടെ പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവായാലും പാർലമെൻ്ററി പാർട്ടി ഉപനേതാവായാലും ഇപ്പോൾ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട നഗരപിതാവ് രാജേഷ് ആയാലും നല്ല രീതിയിൽ കോൺഗ്രസിനെക്കാളും പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടും ജനങ്ങൾ വിചാരിച്ചു കോൺഗ്രസിനെക്കാളും നല്ല രീതിയിൽ ഒരു അമുക്കൽ സെറ്റിൽമെൻറ്റ് ചെയ്യാതെ BJP ഒന്നിനും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല നേതാക്കളെന്ന് കരുതിയതുകൊണ്ടാണ് ഈ 50 വാർഡിലും 12-ാം തീയതി നടക്കുന്ന വെങ്ങാനൂർ വാർഡിലും ജനവിധി എഴുതുവാൻ പോകുന്നതും 50 വാർഡിൽ എഴുതിയതും. പക്ഷേ ഇത് ഇടതുപക്ഷത്തിൻ്റെ ബുദ്ധികേന്ദ്രങ്ങൾ സമ്മതിച്ചു. ധാർഷ്ട്യം ഉണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഇനി 2-3 മാസം കഴിഞ്ഞാൽ ഉടൻ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ വലിയൊരു തിരിച്ചടി ഏൽക്കുമെന്ന് മുൻകൂട്ടി അറിഞ്ഞത് കൊണ്ടാണോ ഈ നീക്കം? ആണ്. അത് താങ്കൾ പറഞ്ഞ 100% കറക്റ്റ്. അവർക്ക് തിരിച്ചടി ഉണ്ടാകും. അവർ ഈസിയായിട്ട് തിരഞ്ഞെടുപ്പുകളെല്ലാം എന്ത് കോബ്രായങ്ങൾ ചെയ്താലും എന്ത് അഹങ്കാരങ്ങൾ കാണിച്ചാലും കുറച്ച് കിറ്റും കാര്യങ്ങളും പെൻഷനും കൊടുത്താൽ ജനം നമ്മളെ കൂടെ നിൽക്കുമെന്നൊരു മിഥ്യാധാരണ ഇടതുപക്ഷ മുന്നണിക്കുണ്ട്. പ്രത്യേകിച്ചും CPM, അതിൻ്റെ മുന്നണിയുടെ പ്രബലമായ CPM-നുമുണ്ട്. അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു നിസ്സാരമായ രീതിയിൽ 10-25 സീറ്റെങ്കിലും കിട്ടി പ്രതിപക്ഷത്ത് ഇരുന്നില്ല എങ്കിൽ നീണ്ട തുടർഭരണത്തിലിരുന്ന നാണക്കേടല്ലേ. അങ്ങനെ നഷ്ടമാകരുത് വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം എന്നുള്ള ബോധ്യം ഇവിടെയെല്ലാം വോട്ടുകൾ വച്ച് നോക്കുകയാണ് എങ്കിൽ 25 വാർഡാണ് നേമം മണ്ഡലത്തിൽ കോർപ്പറേഷനിൽ കിട്ടിയിട്ടുള്ളത്. അവർക്ക് വെറും 4 വാർഡേ കിട്ടിയിട്ടുള്ളൂ. അതേസമയം വട്ടിയൂർക്കാവിലും അതുപോലെ ബഹുഭൂരിപക്ഷം വാർഡുകൾ BJPക്ക് കിട്ടിയിട്ടുണ്ട്. എന്തിനേറെ പറയാം, കഴക്കൂട്ടം എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ ശക്തിദുർഗമായ സ്ഥലങ്ങളാണ്. അവരുടെ ചൈന എന്ന് വിശേഷിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. ചെറുവയ്ക്കൽ, ആക്കുളം, അതുപോലെ നമ്മുടെ അലത്തറ തുടങ്ങിയ വാർഡുകൾ, ആറ്റിപ്രവ, കോസ്റ്റൽ മേഖല, അവിടെ BJP ജയിച്ചിരിക്കുന്നു. ചോട്ടു എന്ന് പറയുന്ന പയ്യൻ. അപ്പോൾ ഇത്തരത്തിലുള്ള വിജയങ്ങൾ മാർക്സിസ്റ്റ് കോട്ട കൊത്തളങ്ങളിലാണ്. അതും പ്രത്യേകിച്ച് ശിവൻകുട്ടി പോലെ ആരാധനായ മുൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. അദ്ദേഹം സമുന്നത രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാവാണ് ചെറുവയ്ക്കിൽ നിന്നുള്ള. അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് പോലും പരാജയങ്ങൾ വന്നപ്പോൾ മാർക്സിസ്റ്റ് കോട്ട കൊത്തളങ്ങളിൽ
അങ്കലാപ്പിൻ്റെ അലയടികൾ, അവർ പറയുന്ന മുദ്രാവാക്യങ്ങൾ ഇപ്പോൾ പ്രശാന്ത് പറയുന്നത് താൻ വിവാദങ്ങൾക്കില്ല, ജനങ്ങളുടെ ആവശ്യപ്രകാരം ജനങ്ങൾക്ക് ഉപകാരപ്പെടാനായി ഞാൻ എൻ്റെ ഓഫീസ് ഒഴിയുകയാണ്. പക്ഷേ ഈ വിവാദത്തിന് പിന്നാലെ മറ്റൊരു വഴിക്കാണ് സഞ്ചരിച്ചത്. ഈ വാടക നൽകണം, അതോടൊപ്പം തന്നെ വെറും 800 രൂപയ്ക്ക് മുറി വാടക നൽകുന്നു. അങ്ങനെ പല വിവാദങ്ങളിൽ നിന്നും ഒളിച്ചോടാനുള്ള ഒരു വഴിയാണോ ഇത്? അതും ആയിരിക്കാം. കാരണം പ്രശാന്ത് ഒരു ഏബിൾ MLA ആണ്, ജനപ്രതിനിധി. നല്ല സമ്മതിക്കണം, അദ്ദേഹം നല്ലൊരു മേയറായിരുന്നു, നല്ല കാര്യങ്ങൾ ചെയ്തു. MLA എന്നുള്ള നിലയിലും നല്ല രീതിയിൽ വട്ടിയൂർക്കാവിൽ ചെയ്യുന്നു. പക്ഷേ പാർട്ടിയുടെ നീരാളിപ്പിടുത്തത്തിലാണ് പുള്ളി. തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ വിഭാഗീയത നിറഞ്ഞ ഒരു തിരുവനന്തപുരമാണ്. അവിടെ ജോയി നേതൃത്വം കൊടുക്കുന്ന ഒരു വിഭാഗം, അതിൻ്റെ കൂടെ തന്നെ ശിവൻകുട്ടി സഖാവിനെ പോലുള്ളവർ, മറു സൈഡിലെ ആനാവൂർ പഴയ ജില്ലാ സെക്രട്ടേറിയറ്റ് ടീമുകൾ വേറൊരു സൈഡിൽ, പിന്നെ അന്തഛിദ്രം എന്നോളം നമ്മുടെ കരമന ഹരി, അതുപോലെ തന്നെ നമ്മുടെ ചാക്ക കൗൺസിലറായിട്ടുള്ള ശ്രീകുമാർ, ഇങ്ങനെ തുടങ്ങിയ സഖാക്കളുടെ ഒരു നീരാളിപ്പിടുത്തത്തിൽ പ്രശാന്തിന് ഒന്നും ചെയ്യുവാൻ പറ്റാത്തൊരവസ്ഥയാണ്. പുള്ളി ഒരു സമാധാനക്കാരനാണ്. ഒരു ഇടതുപക്ഷ ചിന്താഗതി വെച്ച് നോക്കുകയാണ് എങ്കിൽ പാർട്ടിയുടെ പോളിസികൾ വെച്ച് ജീവിക്കുന്നൊരു വ്യക്തി. പക്ഷേ അതിനുപരി വരുന്ന അഴിമതികളും കാര്യങ്ങളും പുള്ളിയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്നും വളരെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയായിരുന്നു ശ്രീമതി മേയർ ആര്യ രാജേന്ദ്രൻ, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ്. അപ്പോൾ പാർട്ടിയുടെ മുകൾ ഘടകത്തിൽ ഇരിക്കുന്നവർ പറഞ്ഞാൽ കേട്ടില്ല എങ്കിൽ പാർട്ടിയിൽ അവർ ഒറ്റപ്പെടും. ആ ഒരു സ്ഥിതിയാണ്. ഒന്ന്, തുച്ഛമായ വാടകയിലാണ് ശാസ്തമംഗലം ഓഫീസ് പ്രവർത്തിക്കുന്നത്, 850 രൂപയ്ക്ക് എന്തോ. അപ്പോൾ ഇത്രയും വലിയൊരു കെട്ടിടത്തിന് സാധാരണ നമ്മളും നിങ്ങളുമൊക്കെ തന്നെ, താങ്കളുമൊക്കെ വാടകയ്ക്ക് കൊടുക്കുമ്പം തന്നെ സിറ്റിയുടെ ഹാർട്ട് ഓഫ് സിറ്റി എന്ന് പറയുന്ന ശാസ്തമംഗലത്ത് 850 രൂപയ്ക്ക് വാടക കിട്ടും. അപ്പോൾ സാമാന്യം അരിയാഹാരം കഴിക്കുന്ന ഒരു മലയാളിക്കറിയാം. അപ്പോൾ അതിൽ MLA ഓഫീസുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയ തെറ്റും അതാണ്. ഇവിടെ പാർട്ടിയുടെ സഖാക്കൾക്ക് MLA ഓഫീസ് എന്ന് പറഞ്ഞ് ശാസ്തമംഗലത്തെ മുറികളിൽ ആ ഏരിയയിലുള്ള സഖാക്കൾക്കൊന്ന് ഇരിക്കുവാനും ബാക്കിയുള്ള കാര്യത്തിനും ആക്ടിവിറ്റീസിനുമാണ് അത്. സ്വന്തം ശാസ്തമംഗലത്ത് നിന്ന് എത്ര ദൂരമുണ്ട് MLA ക്വാർട്ടേഴ്സ്? അവിടെ അദ്ദേഹത്തിന് 2 മുറികളുണ്ട്. സാധാരണ എല്ലാ MLA-മാർക്കും MLA ക്വാർട്ടേഴ്സിൽ ഒരു മുറി കൊണ്ട് ഓഫീസ് മുറി പ്രവർത്തിക്കുന്നു. ഈ 2 മുറികളുണ്ട്, അവിടെ ഇരിക്കാം. പക്ഷേ അവർ വിചാരിച്ചിരുന്നത് വീണ്ടും LDF എന്ന നഗരസഭയിൽ വരും, ഈ ഒരു ഓഫീസ് വിടേണ്ട കാര്യമില്ല, തുടർന്ന് പോകാം. സോഷ്യൽ മീഡിയകളും തിരുവനന്തപുരത്തെ ജനങ്ങളും പാർട്ടിക്കെതിരായി എന്നൊരു തോന്നൽ അവർക്ക് കുറേ അവൈലബിൾ ബ്യൂറോകളുണ്ടല്ലോ, CC കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയൊക്കെ ചർച്ച ചെയ്തപ്പോൾ ജനം തിരിയും പിടിവാശി കൊണ്ട്. തിരുവനന്തപുരത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന കെട്ടിടങ്ങൾ, കോർപ്പറേഷൻ വക കെട്ടിടങ്ങൾ അവരുടെ കയ്യിലാണ്. ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജ് ഏരിയയിലുള്ള പഴയ EK നായനാർ സെൻറ്റർ എന്നും പറഞ്ഞിട്ട് പഴയ ഒരു ഉത്തരായന ഹോട്ടൽ ലേലത്തിൽ കോർപ്പറേഷൻ പിടിച്ച് അവരുടെ കയ്യിലാണ്. അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന ഓഫീസുകൾ CITൻ്റെ കൈകളിലാണ്. എന്തിനേറെ പറയുന്നു, ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് തന്നെയുണ്ട്. AKG സെൻറ്റർ, AKGയുടെ പേരിലുള്ള റിസർച്ച് സെൻ്ററാണ്, അത് കമ്മിറ്റി ഓഫീസല്ല. അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റുണ്ട് റിസർച്ച് സെൻറ്ററിന്. അവിടെ ഇരുന്നിട്ട് ആരെ കണ്ണൂരിൽ പ്ലാൻ ചെയ്യുകയാണ്, വധിക്കാം, എടുക്കാം, അവിടെ ഇരുന്നാണ് അവർ റിസർച്ച് ചെയ്യുന്നത് ആരെ കൊല്ലാമെന്ന്. അപ്പോൾ അത് കേരള യൂണിവേഴ്സിറ്റിയുടെ 50 സെൻറ്റ് സ്ഥലമാണ്. ബഹുമാനപ്പെട്ട AK ആൻ്റണി കൊടുത്തിട്ടുള്ളത് വെറും 8 സെൻറ്റേ കൊടുത്തിട്ടുള്ളൂ. 8 സെൻറ്റ് ആൻ്റണി ഗവൺമെൻറ് ഭരണകാലത്ത് AK സെൻറ്ററിന് കൊടുത്ത്, ശരി ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഓഫീസ് തുറന്നത്. ബാക്കി 42 സെൻറ്റ് കൂടുതൽ യൂണിവേഴ്സിറ്റിയിൽ വെട്ടിപ്പിടിച്ചു. യൂണിവേഴ്സിറ്റി ഇത്രയും കാലം അവരെ കയ്യിരുന്ന സിൻഡിക്കേറ്റ്, ഇടതുപക്ഷ സിൻഡിക്കേറ്റ് മെമ്പർമാരാണ്, ഇടതുപക്ഷത്തിൻ്റെ വൈസ് ചാൻസലർമാരാണ്. ചില ചാൻസലർമാർ വന്നാൽ ഗവർണറാണല്ലോ ചാൻസലർ, ഫെഡറൽ സംവിധാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നോമിനി ഗവർണറാണ് ചാൻസലർ. ഇപ്പോഴാണ് അവർ അസംബ്ലിയിൽ നിയമം പാസ്സാക്കി മുഖ്യമന്ത്രിയെ ചാൻസലറാക്കി കൊണ്ടുവന്നത്, ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഇല്ലാത്തത്. അപ്പോൾ എല്ലാ നിയമങ്ങളെയും വഴിതിരിച്ച് വിടുകയും നിയമത്തിനെതിരെ നിയമം, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയമത്തെ പുല്ല് വില പോലും കൊടുക്കാതെ അസംബ്ലിയിൽ നിയമം കൊണ്ടുവന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആരാ ഫെഡറൽ സംവിധാനത്തെ ദുരുപയോഗം ചെയ്തത്? സംസ്ഥാന സർക്കാർ. അപ്പോൾ ഇത്തരത്തിൽ തിരുവനന്തപുരത്ത് വരുന്ന ബഹുഭൂരിപക്ഷം വരുന്ന കോർപ്പറേഷൻ്റെ വസ്തുവകകൾ CPMൻ്റെ ഓഹരി പട്ടികയിലാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ ബൂർഷ്വാ പാർട്ടി എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റാണ്. അതുകൊണ്ട് MLAക്ക് വൈകിയ വേളയിൽ വിവേകം വന്നു. ഇത് മാറിയില്ല എങ്കിൽ
ഞാൻ നിന്നാൽ അബദ്ധമാണ്. കാരണം പുള്ളി വട്ടിയൂർക്കാവാണോ കഴക്കൂട്ടമാണോ എന്നൊരു സംശയമാണ്. കഴക്കൂട്ടത്ത് മുൻ മന്ത്രിക്കും ഇപ്പോഴത്തെ MLAയ്ക്കും സ്വർണ്ണക്കടത്ത് രഹസ്യമായി SIT അന്വേഷണത്തിന് വിളിച്ചു ചെന്നു, ആരും അറിയാതെ. പക്ഷേ 3 ദിവസം കഴിഞ്ഞ് പത്രങ്ങൾ അറിഞ്ഞു. അപ്പോൾ അദ്ദേഹം 3 ടേമായി. പാർട്ടിയിലൊരു പോളിസിയുണ്ട്, 3 ടേം ഉണ്ട്, നല്ല ക്ലീൻ ഉള്ളവർക്ക് ഒരിക്കൽ കൂടി കൊടുക്കും. കാരണം കാട്ടാക്കട IB സതീശൻ പോലുള്ളവർക്ക് ഒരിക്കൽ കൂടി കൊടുക്കാം. പക്ഷേ മന്ത്രിക്ക് അടുത്ത സീറ്റ് കിട്ടുമോ ഇല്ലയെന്ന് ഉറപ്പില്ല. അപ്പോൾ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ നിന്ന് ഇപ്പോഴത്തെ കൗൺസിൽ വെച്ച് നോക്കുകയാണ് എങ്കിൽ വട്ടിയൂർക്കാവിൽ നിന്നാലും പരിതാപകരമാണ്. ചിലപ്പോൾ കഴക്കൂട്ടത്തോട്ട് മാറിക്കൂടുന്നില്ല. കഴക്കൂട്ടത്തും ഏറ്റവും കൂടുതൽ BJPക്ക് സീറ്റുകൾ കോർപ്പറേഷനിൽ കിട്ടിയിട്ടുണ്ട്. അവിടെ മുരളീധരനും ചാൻസാണ്. അപ്പോൾ ഇപ്പോഴത്തെ വോട്ടിംഗ് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണ് എങ്കിൽ തിരുവനന്തപുരം സിറ്റിക്കകവും റൂറലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ മുന്നണി ജയിക്കുവാൻ, പ്രത്യേകിച്ച് ശബരിമല അയ്യൻ്റെ പേരിലുള്ള സമരങ്ങൾ വരുന്നത് കൊണ്ട് ബുദ്ധിമുട്ടാണ്. ഇതെല്ലാം മറച്ചു വയ്ക്കുവാനാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 12-ാം തീയതി ഒരു ജനകീയ ഉപവാസത്തിലേക്ക് പോകുവാൻ വേണ്ടിയിരിക്കുന്നത്.